ഇന്ന് എൻ്റെ ഉള്ള കുറച്ച് ലിപ്സ്റ്റിക് കാണിക്കാം. കളക്ഷൻ ആയിട്ടൊന്നും ഇല്ലെങ്കിൽ ഉള്ളതൊക്കെ വാരി പറക്കി ഞാൻ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. എത്ര ലിപ്സ്റ്റിക് കയ്യിലിരിപ്പുണ്ടെങ്കിലും പിന്നെ ഒരു പുതിയ ഷെയ്ഡ് കാണുമ്പോൾ അത് മേടിക്കാം. ഇത് ഞാൻ 2 വർഷമായിട്ട് യൂസ് ചെയ്തോണ്ടിരിക്കുന്ന ലിപ്സ്റ്റിക് ആണ്. ഈ ഷെയ്ഡ് ഒഴിച്ച് എന്റെ കയ്യിലുള്ള ബാക്കി എല്ലാ ഷെയ്ഡും റെഡ് കളറിന്റെ വകയിലുള്ളതാണ്. ഞാൻ ഇത് മേടിച്ചപ്പോൾ ഇതിന്റെ പ്രൈസ് 300 താഴെയായിരുന്നേ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയ കാരണം എവിടെ പോയാലും ഞാൻ ഇപ്പൊ ഇതാണ് ഇടാറ്. ഈ ലിപ്സ്റ്റിക് ഞാൻ 2 മാസം മുന്നേ മേടിച്ചതാണ്. കഴിഞ്ഞ വീഡിയോ ഇട്ടേ പിന്നെ എന്റെ ലിപ് ലൈനർ കാണാതെ പോയെ. അതിൽ പിന്നെ ഞാൻ ഈ ലിപ്സ്റ്റിക് ആണ് ലിപ് ലൈനർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് മുന്നേ കണ്ട ലിപ്സ്റ്റിക്കിന്റെ കൂട്ടല് ഇത് തേച്ചരച്ച് കളയാൻ അത്യാവശ്യം പാടാണ്. അവസാനം ലിപ് ബാം തേച്ചിട്ടാണ് ഞാൻ തുടച്ചു കളഞ്ഞത്. ഇത് ആദ്യം കാണിച്ച ലിപ്സ്റ്റിക്കിന്റെ വേറൊരു ഷെയ്ഡാണ്. സെയിം കമ്പനി ആണെങ്കിൽ ഇത് കുറച്ചുകൂടെ എനിക്ക് ഡ്രൈ ആക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഇടുന്ന ഉടനെ ഭയങ്കര മെറൂൺ ആയിട്ട് തോന്നുമെങ്കിൽ ഇട്ട് കഴിയുമ്പോൾ ഓക്കെ ആവേ. ഇത് ഞാൻ ഓണത്തിന് എന്റെ കയ്യിൽ റെഡ് കളർ ലിപ് ഷെയ്ഡ് ഒന്നും ഇല്ലാതിരുന്നപ്പോ മേടിച്ചതാണ്. ഇപ്പോഴൊക്കെ ഞാൻ ഇട്ടുകൊണ്ട് പോയിട്ടുണ്ടോ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഒരു തുള്ളി ലിപ്സ്റ്റിക് പോലും എന്റെ ചുണ്ടി കാണാറില്ല. ഇതെന്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക് ആണ്. പക്ഷെ ഇട്ട് കാണിക്കാൻ മാത്രം അതിനകത്തൊന്നും ഇല്ല. എല്ലാം ഞാൻ ഫുൾ ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇതെന്റെ ആകെ ഉണ്ടായിരുന്ന തീർന്ന ലിപ് ക്രയോൺ ആണ്. ഇതിന്റെ ഷെയ്ഡ് എനിക്ക് അത്ര ചേരാത്തോണ്ട് ഇത് മിക്സ് ചെയ്തോണ്ടാണ് ഞാൻ ഇട്ടോണ്ടിരുന്നത്. ബ്രൗൺ ലിപ് ഷെയ്ഡ് തപ്പി ആ പാക്കേജിങ്ങിലെ കളർ കണ്ടുകൊണ്ട് എടുത്ത് ചാടി മേടിച്ചതാണ്. ഈ ലിപ് ഷെയ്ഡ് തന്നെ ഇട്ട് എന്റെ ചുണ്ട് അവിടെ ഉണ്ടോ എന്ന് പോലും അറിയത്തില്ല. ഇത് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് മേടിച്ച ലിപ്സ്റ്റിക് ആണ്. എന്താണെന്ന് അറിയത്തില്ല. ഈ ലിപ് ഷെയ്ഡുകളിൽ ഒറ്റ എണ്ണം പോലും ഞാൻ ഒറ്റയ്ക്ക് ഇടാറില്ല. എല്ലാം മിക്സ് ചെയ്താണ് ഇടാറ്. എത്ര എണ്ണം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ ഞാൻ ഇട്ട ലിപ്സ്റ്റിക് ഒന്നും എനിക്ക് ചേരുന്നില്ലെന്നാണ്. എന്റെ ചുണ്ടൊന്നും തേച്ചരച്ച് കഴിയട്ടെ. അപ്പൊ അത്രേ ഉള്ളൂ.